സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 13. വിമല വിഷമിക്കുകയൊന്നും വേണ്ട, ഇനി ഭയപ്പെടാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ ഒരാൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ ശാപം പിടിച്ച ജന്മം കൊണ്ട് എത്ര പേർക്കാ കഷ്ടപ്പാടും വേദനയും. അതാണിപ്പോൾ നന്നായത്. ഞാനൊരു വക്കീലാണ് വിമലെ. കേസ് പിടിക്കുന്നതും വാദിക്കുന്നതും എൻ്റെ തൊഴിലാണ്. എതിർകക്ഷികൾ തല്ലുമെന്നും കൊല്ലുമെന്നും ഭയന്ന് ഞാൻ വക്കാലത്ത് പിടിക്കാണ്ടിരുന്ന പട്ടിണി കിടന്ന് ചത്തതു തന്നെ. എൻ്റെ കേസ് മറ്റു കേസുകൾ പോലെയല്ലല്ലോ. വിമലയുടെ കേസിന് എന്താ തകരാറ്? വാലും തലയുമില്ലേ? വെറുതെ വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കുക. ലാഭമൊന്നുമില്ലാത്ത വക്കാലത്തല്ലേ ഇത്. ഫീസായിട്ട് 10 രൂപ പോലും. ആര് പറഞ്ഞ് ലാഭമില്ലെന്ന്? മക്കളില്ലാത്ത എനിക്കൊരു പക്ഷേ 3 മക്കളെ കിട്ടാൻ പോവല്ലേ. ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് വാല്യുബിൾ പ്രോഫിറ്റ് ഇൻ മൈ എൻറ്റയർ ലൈഫ്. വിമലയുടെ കണ്ണുകൾ പെട്ടെന്ന് തുളുമ്പിച്ചാടി. സുഗുണ, വിളിച്ചോണ്ട് പോ, കണ്ണീര് പുറത്തേക്ക് കൊണ്ടുപോ. മുഖം തിരിച്ച് അസ്വസ്ഥതയോടെ അയാൾ മുരണ്ടു. ശ്രീനിവാസിനെ തഴഞ്ഞിയെ എഴുന്നേൽക്കാനും നടക്കാനും കഴിയാതിരുന്ന ദിവസങ്ങളിൽ പകൽ മുഴുവൻ വിമലയായിരുന്നു അയാളെ പരിചരിച്ചത്. ജയശങ്കറും ഭാര്യയും ഇടയ്ക്കിടെ വന്ന് സന്ദർശിച്ചിട്ട് പോകും. രാത്രിയിൽ സുഗുണനുണ്ടാവും കൂട്ട്. ശ്രീനിവാസന്റെ അടുത്ത ബന്ധുക്കൾക്കും ഇടയ്ക്കിടെ വന്നു കണ്ടു പോകാനേ സമയം കിട്ടുമായിരുന്നുള്ളൂ. അവർ എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു സന്ദർഭത്തിൽ ശ്രീനിവാസിനെ പരിശോധിക്കാനും മറ്റും വന്ന ഒരു ഹൗസ് സർജൻ വിമലയെ കണ്ട് തെറ്റിദ്ധരിച്ച് ശ്രീനിവാസനോട് ചോദിച്ചു, താങ്കളുടെ മിസ്സിസ് ആണല്ലേ? വിമല വല്ലാതായി. അവൾ ശ്രീനിവാസനെ നോക്കി. ശ്രീനിവാസൻ ഉടയാൻ വെമ്പുന്ന ഒരു ചിരിയോടെ ഡോക്ടറെ നോക്കി. അല്ല സാർ, എന്നാലും മിസ്സിസിനെ പോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട കക്ഷിയാണ് എന്ന് വെച്ച് ഡോക്ടർ അതിൽ ദുരർത്ഥമൊന്നും വായിക്കുകയും അരുത്. ഇറ്റ്സ് ഓക്കെ. ഡോക്ടറും ചിരിച്ചു. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ വലിയ ഗൗരവത്തിൽ പറഞ്ഞു, വിമല കേട്ടല്ലോ, ഇതാണ് ഇവിടെ നിന്നാലത്തുള്ള കുഴപ്പം. ഇനിയും പലരും ചോദിച്ചെന്നിരിക്കും, മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ, കുട്ടികൾ എത്രയുണ്ട്, വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നല്ല. ഞാൻ കൂളായിട്ട് കേട്ടുകൊണ്ടിരിക്കും. വിമല അടിക്കടി ചമ്മിക്കൊണ്ടും ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വിമല എത്രയും വേഗം സ്ഥലം വിടുക. ഇപ്പോൾ എനിക്ക് എണീക്കാമെന്നൊക്കെ ആയല്ലോ. ഇനി എന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. എനിക്കൊരു കടപ്പാടില്ലേ? ഞാൻ കാരണം ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ട്. അങ്ങനെ ഒരു കടപ്പാടൊന്നും എന്നോട് വേണ്ട. അവരെന്നെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ വിമല ഈ കടപ്പാടൊക്കെ എവിടെ കൊണ്ടുചെന്ന് തീർക്കുമായിരുന്നു. വിമല ശാസിക്കും ഇത് അയാളെ ഒന്ന് നോക്കി. ഞാൻ പൊയ്ക്കോളാം, എന്നെക്കൊണ്ട് ആരും വിഷമിക്കേണ്ട. അവൾ അപ്പോൾ തന്നെ പ്ലാസ്റ്റിക് കൂടുകളിൽ എന്തൊക്കെയോ കുത്തി നിറച്ച് പോകാനൊരുങ്ങി. വിമല, അയാൾ വിളിച്ചു. അതൊരു ബന്ധുവിൻ്റെ ശബ്ദമായിരുന്നു. സ്നേഹവും കരുതലുമുള്ള ശബ്ദം. പിണങ്ങിപ്പോവുകയാണെന്നറിയാം. സാരമില്ല. എനിവേ, വിമല എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. വിമലയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വിഷമിച്ചു പോയേനെ എന്നതാണ് വാസ്തവം. ശരി, പോയിക്കൊള്ളൂ. വിമല പോയി. വൈകുന്നേരം ജയശങ്കർ വന്നപ്പോൾ ശ്രീനിവാസനെ ശകാരിച്ചു. വിമലയെ വഴക്കു പറഞ്ഞ് ഓടിച്ചു അല്ലേ? താൻ അവളെ കണ്ടോ? ഫോണിൽ വിളിച്ചു. അത് കള. വേറെന്തുണ്ട് വിശേഷം? എങ്ങോട്ട് കളയാൻ? ഒരു സ്ത്രീ ഇവിടെ നിന്ന് 5-6 ദിവസം തൻ്റെ കാര്യങ്ങൾ സ്വന്തം ഭാര്യയേക്കാൾ നന്നായിട്ട് നോക്കിയിട്ട് താൻ. അതുകൊണ്ടാ പറഞ്ഞയച്ചത്. ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി, ഭാര്യയാണോന്ന്. ആണെന്ന് പറഞ്ഞേക്കണം. തന്നെ പ്രോസിക്യൂട്ട് ചെയ്യുമോ ആരെങ്കിലും? എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എൻ്റെ മനസാക്ഷി മാത്രമേയുള്ളൂ. നമുക്ക് ആ വിഷയം വിടാം. വിമല എന്നെ നന്നായിട്ട് പരിചരിച്ചു. എനിക്ക് നന്ദിയില്ലായ്മ ഒന്നും ഇല്ലടോ. ജയശങ്കർ സ്റ്റൂളിലിരുന്നു. തന്നെ കാറിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ച കേസിന് ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. കാറ് പിടിച്ചെടുത്തു. അന്നുണ്ടായിരുന്നവരിൽ 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിൽ. സാക്ഷാൽ വിക്രമൻ തമ്പി തന്നെ ഇതിൻ്റെയും പിറകിൽ. കുറച്ച് തെളിവുകൾ കൂടി കിട്ടാനുണ്ട്. എന്നിട്ടേ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനൊക്കൂ. ഈ പോലീസുകാർ ചില നേരത്തെ മിടുക്കന്മാരാണല്ലേ? അല്ലടോ, തന്നെ പോലെ വെറും. ജയശങ്കർ ചൊടിച്ചു. പറയടോ, വെറും. താൻ എന്താ നിർത്തിയത്? നാളെ രാവിലെ കാണാം. തുപ്പി തലയിൽ വെച്ച് ജയശങ്കർ എഴുന്നേറ്റു. ഞാൻ ഈ വിവരം പറയാൻ വന്നതാണ്. അയാൾ പോയി. തൻ്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ച് വിക്രമൻ തമ്പിക്ക് രാജൻ തമ്പിക്കും എതിരെ വിമല നൽകിയിരുന്ന റിട്ട് ഹർജിയിന്മേൽ കോടതി ഉത്തരവാകുന്നതിന് 2 ദിവസം മുമ്പേ ശ്രീനിവാസൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് ജയശങ്കർ അയാളെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, തൻ്റെ നേർക്ക് നടന്ന വധശ്രമത്തിന് പിറകിൽ വിക്രമൻ തമ്പിയാണെന്നതിന് വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടോ അച്ഛനെയും മകനെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചെന്നിരുന്നു. പക്ഷേ 2 പേരും ഒളിവിൽ പോയിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. നാളെ കോടതിയിൽ വെച്ച് കാണാം. ലൈൻ മുറിഞ്ഞു. അടുത്ത നാൾ രാവിലെ ശ്രീനിവാസൻ ഉണർന്നു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങി. ഇന്നാണ് വിമലയുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച കേസിൽ കോടതിയുടെ തീരുമാനമുണ്ടാകുന്ന ദിവസം. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ പതിവിലേറെ ഉന്മേഷത്തിലായിരുന്നു.
അത്തരം ഘട്ടങ്ങളിൽ അയാളോട് കിടനിൽക്കാൻ എതിർകക്ഷികളുടെ വക്കീലന്മാർക്ക് മിക്കപ്പോഴും കഴിയാറില്ല. ഇത്തവണയും ശ്രീനിവാസൻ തൻ്റെ ഫോം വീണ്ടെടുത്ത് അതിൽ തന്നെ വാദഗതികൾ ഇങ്ങനെ ഉപസംഹരിച്ചു. എൻ്റെ കക്ഷിയായ വിമല പൂർണ്ണ സമ്മതത്തോടെ അല്ല ഒപ്പിട്ടതെന്നും ആ എഗ്രിമെൻ്റ് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിമലയുടെ പേരിലാണ് 6 മാസം മുമ്പ് മുദ്രപത്രങ്ങൾ വാങ്ങിയിട്ടുള്ളതെന്ന് അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതിനു പുറമെയാണ് മുദ്രപത്രങ്ങളിൽ ബലമായി ഒപ്പിടുവിച്ചു എന്ന് കാണിച്ച് വിമല പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്ന പരാതി. സ്റ്റാമ്പ് പേപ്പറിലെ തീയതിയും പരാതിയുടെ തീയതിയും ഒത്തുനോക്കുമ്പോഴും അത് ശരിയാണെന്ന് വരുന്നു. പക്ഷേ അഡോപ്ഷൻ ഡീഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിമല പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ തീയതിക്കപ്പുറം 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ്. അതായത് ഓർഫനേജിൽ നിന്നും 3 കുട്ടികളെ കാണാതായി എന്ന പോലീസ് കേസ് നിലവിൽ വന്ന ശേഷം മാത്രം. വിമല ആദ്യം പോലീസിൽ നൽകിയ പരാതിക്ക് മുമ്പാണ് പ്രമാണം രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ വിമല കള്ളപ്പരാതിയാണ് നൽകിയതെന്ന് അനുമാനിക്കാമായിരുന്നു. വിമലയുടെ ഭർത്തൃ സഹോദരനായ കുഞ്ഞച്ചനാണ് കുട്ടികളെ ഓർഫനേജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്ന് ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരനായ വികാരിയച്ഛനും മറ്റ് അന്തേവാസികളും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളതാണ്. ഓർഫനേജ് അധികൃതർ പോലീസിന് നൽകിയ പരാതിയുടെ പകർപ്പും പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച കേസിൻ്റെ വിശദാംശങ്ങളും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയുണ്ട്. വിമലയുടെ സമ്മതപ്രകാരം പ്രമാണം എഴുതി രജിസ്റ്റർ ചെയ്ത ശേഷം കുട്ടികളെ ദത്തെടുക്കുകയാണ് എതിർകക്ഷികൾ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ആ തട്ടിക്കൊണ്ടുപോകൽ നാടകം എന്ന ചോദ്യം ബാക്കിയാവുന്നു. അങ്ങനെയൊരു പ്രഹസനം നടത്തുന്നത് കൊണ്ട് എൻ്റെ കക്ഷിക്കോ എതിർകക്ഷികൾക്കോ യാതൊരു ലാഭവുമില്ല എന്നിരിക്കെ അതെങ്ങനെ സംഭവിച്ചു? തട്ടിക്കൊണ്ടുപോകലിന് ശേഷം 2 മാസത്തോളം പത്രങ്ങളിൽ നിരന്തരം ഫോട്ടോകളടക്കം വലിയ പ്രാധാന്യത്തോടുകൂടിയ വാർത്തകൾ വരികയും ചെയ്തിരുന്ന പോലീസ് കേസ് ഊർജിതമായി അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എതിർകക്ഷികൾ എന്തുകൊണ്ട് രംഗത്ത് വരികയും കുട്ടികളെ തട്ടിയെടുത്തതല്ല മറിച്ച് ദത്തെടുത്തതാണെന്ന് പൊതുജനത്തെയും പോലീസിനെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തില്ല? അഡോപ്ഷൻ ഡീഡ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കക്ഷിക്ക് ഒരു പുസ്തക പ്രസാധനശാലയിൽ ജോലി കിട്ടുകയും അവർ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം മാറ്റുകയും കുട്ടികളെ അങ്ങോട്ട് മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതുമാണ്. അത്രയും സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഏതെങ്കിലും ഒരമ്മ തൻ്റെ കുട്ടികളെ വിദേശ ദമ്പതികൾക്ക് കൈമാറാൻ തയ്യാറാകുമോ? അതും കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങളെല്ലാം ഏറ്റവും അനുകൂലമായിരുന്ന ഒരവസ്ഥയിൽ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ, പ്രതിഭാഗം വക്കീൽ ഇടപെട്ടു. ഒരമ്മ ഏത് സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനൊക്കില്ല. മക്കളെ വിൽക്കുന്ന അമ്മമാരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മക്കളെ കൊന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മമാരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. അമ്മമാരെല്ലാം മക്കളുടെ അഭ്യുദയകാംക്ഷികൾ മാത്രമാണെന്നൊരു നിർവചനം ഒരു നിയമത്തിലുമില്ല. എൻ്റെ എതിർകക്ഷിയുടെ അഡ്വക്കേറ്റ് അമ്മമാരെല്ലാം ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളാക്കി വെള്ളപൂശി ആദർശവൽക്കരിക്കാൻ മനഃപൂർവ്വമായി ശ്രമം നടത്തുകയാണ്. ഈ കേസിൽ എൻ്റെ എതിർകക്ഷിയായിരുന്ന വിമല എന്ന സ്ത്രീ മക്കളെ കൈമാറിയതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കാം. സുഖഭോഗവും ധനവും ഭാവിയിൽ ഉണ്ടാകാവുന്ന മറ്റു സൗഭാഗ്യങ്ങളും അവരെ പ്രലോഭിപ്പിച്ചിരിക്കാം. വിക്രമൻ തമ്പിയുടെ വക്കീൽ പറഞ്ഞു നിർത്തി. പ്രൊസീഡ്. ജഡ്ജി വക്കീൽ ശ്രീനിവാസൻ്റെ നേർക്ക് തിരിഞ്ഞു. എൻ്റെ കക്ഷി വിമല കുട്ടികളെ കൈമാറിയതിന് പിന്നിൽ ധനമോഹവും മറ്റു പ്രലോഭനങ്ങളുമാണുള്ളത് എന്ന് എൻ്റെ എതിർകക്ഷികളുടെ വക്കീൽ കോടതിയിൽ സമ്മതിച്ചു കഴിഞ്ഞിരിക്കെ കൂടുതൽ തെളിവുകളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീനിവാസൻ തുടർന്നു. ധനവും സുഖസൗകര്യങ്ങളും വാഗ്ദാനം ചെയ്ത് എതിർകക്ഷികൾ എൻ്റെ കക്ഷിയെ പ്രലോഭിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും മനസ്സിലാകുന്നത് ദത്തെടുക്കലല്ല, വിൽപ്പനയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ്. പണത്തിനും സ്വത്തിനും വേണ്ടി കുട്ടികളെ വിൽക്കുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധമായ നടപടിയായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അതൊരു പോയിൻ്റായിരുന്നു. ജഡ്ജി എന്തോ കുറിച്ചെടുക്കാനെന്ന സമയത്ത് കോടതിയിൽ പിറുപിറുപ്പുകൾ ഉയർന്നു. വീണ്ടും നിശബ്ദത വ്യാപിച്ചു. യുവർ ഓണർ, ആ അഡോപ്ഷൻ ഡീഡ് വ്യാജമല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം അത് നിയമവിരുദ്ധമെങ്കിലുമാണ്. വ്യാജമാണെങ്കിൽ അതിൽ ദത്തെടുത്തതായി പരാമർശിച്ചിരിക്കുന്ന ജർമ്മൻ ദമ്പതികളും വ്യാജമല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഹെർമാൻ ഗ്രാബേയും ആനി ഗ്രാബേയും. അങ്ങനെ 2 വ്യക്തികൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെവിടെ? കുട്ടികളെ കാണാതായ കേസ് കോടതിയിൽ വന്ന ശേഷം എൻ്റെ എതിർകക്ഷികൾ എൻ്റെ കക്ഷിയായ വിമലയെയും എന്നെയും സ്തുത്യർഹമാംവിധം ഈ കേസ് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെടുത്ത ഡിവൈഎസ്പി ജയശങ്കറിനെയും പണം കാട്ടി പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വിവരം
യഥാസമയം ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. എൻ്റെ കക്ഷിയുടെയും എൻ്റെയും നേർക്ക് വധശ്രമങ്ങൾ നടത്തിയതും എതിർകക്ഷികളും അവരുടെ ഗുണ്ടകളും ചേർന്നാണെന്ന് പോലീസ് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എൻ്റെ കക്ഷിയുടെ കുട്ടികൾ എതിർകക്ഷിയുടെ കൈവശം സുരക്ഷിതരായിരിക്കുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. അവർ ജീവനോടെ ഇരിക്കുന്നോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതി ക്രാബെ ദമ്പതികളെയും അവരുടെ കൈവശമുണ്ടെന്ന് കരുതപ്പെടുന്ന കുഞ്ഞുങ്ങളെയും കോടതിയിൽ വരുത്തി സംഭവങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്നും കുഞ്ഞുങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ശ്രീനിവാസൻ തൻ്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു. ഈ കേസിൻ്റെ തുടർ നടപടികൾക്കായി ഉച്ചയ്ക്ക് ശേഷം കൂടുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് കോടതി ലഞ്ചിന് പിരിഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വിമലയെയും കൂട്ടി ഊണ് കഴിക്കാൻ പോയി. ജയശങ്കർ അയാളുടെ വീട്ടിൽ പോയി ഊണ് കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം കോടതി കൂടി. ഹെർമൻ ഗ്രാബെ, ആനി ഗ്രാബെ ദമ്പതികൾ ഈ മാസം 21-ാം തീയതി അവർ ദത്തെടുത്തുവെന്ന് അവകാശപ്പെടുന്ന 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കോടതിയിൽ ഹാജരാകേണ്ടതാണെന്ന് കോടതി ഉത്തരവായി. അവർ രാജ്യം വിട്ടു പോകുന്നതും കോടതി വിലക്കി. ഡിവൈഎസ്പി ജയശങ്കറിന് ഇതിൽ പരം ഒരു ആഹ്ലാദമില്ല. കോടതി പിരിഞ്ഞപ്പോൾ അയാൾ ശ്രീനിവാസനെ അന്വേഷിച്ച് കോടതി വരാന്തയിലും ഇടനാഴികളിലും ബാർ അസോസിയേഷൻ ഹാളിലുമെല്ലാം അലഞ്ഞു നടന്നു. ശ്രീനിവാസൻ എവിടെ പോയെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. കോടതി വരാന്തയിൽ വിമല കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജയശങ്കർ അവളെ സമീപിച്ചു. കാണാനില്ല, എവിടെ പോയോ ആവോ, ആരും കണ്ടില്ലത്രേ. വിമല നമ്രശരിസ്കയായി നിന്നു. വിമല സമാധാനമായിട്ട് പൊയ്ക്കൊള്ളൂ, ഇനി ഒന്നും ഭയപ്പെടാനില്ല. 15 ദിവസമല്ലേ ഇനിയുള്ളൂ. ഇതിനേക്കാൾ സന്തോഷകരമായ ഒരു വാർത്ത മറ്റെന്തുണ്ട്? വക്കീൽ സാറിനെ കണ്ട് എന്തെങ്കിലും ഒന്ന് പറയാതെ. ഓ, അത് സാരമില്ല, ഞാൻ പറഞ്ഞോളാം. വിമല മൗനമായി യാത്ര ചോദിച്ചു പോയി. കുറേ സമയം കൂടി ശ്രീനിവാസനെ കാത്തുനിന്ന ശേഷം ജയശങ്കറും വീട്ടിലേക്ക് മടങ്ങി. രാത്രി 11 മണിക്ക് ജയശങ്കറിനൊരു ഫോൺ സന്ദേശം കിട്ടി. ഹോട്ടൽ പാലസ് ഇന്റർനാഷണലിലേക്ക് ഉടൻ ചെല്ലണം. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ എന്നൊരാൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വിളിക്കുകയാണ്. ജയശങ്കർ ആദ്യം ഒന്ന് സംശയിച്ചു. പിന്നെ ജീപ്പും എടുത്തു പുറപ്പെട്ടു. ജയശങ്കർ കയറി ചെല്ലുമ്പോൾ ഹോട്ടൽ പാലസിന്റെ ബാർ റൂമിൽ തട്ടിമറിച്ചിട്ട ഒരു മേശയുടെയും പൊട്ടിച്ചിതറിയ ഏതാനും പ്ലേറ്റുകളുടെയും ഗ്ലാസുകളുടെയും കുപ്പികളുടെയും പിന്നിൽ ഒരു കസേരയിൽ കഴുത്തൊടിഞ്ഞ പോലെ ചാരിക്കിടക്കുകയായിരുന്നു ശ്രീനിവാസൻ. ബാറും ഹോട്ടലും മിക്കവാറും ശൂന്യമായിരുന്നു. സ്വീപ്പർ കസേരകൾ പെറുക്കി മേശമേൽ കമഴ്ത്തി വെച്ചിട്ട് റെസ്റ്റോറൻറ്റ് ബാറും അടിച്ചു വാരുന്നുണ്ട്. ഹോട്ടലിൻ്റെ ഷട്ടറുകൾ പാതിയും താഴ്ത്തിയിരുന്നു. ശ്രീനി, ജയശങ്കർ അമ്പരപ്പിൽ വിളിച്ചു. നെഞ്ചിലേക്ക് തൂങ്ങിക്കിടന്ന ശിരസ് ഉയർത്താതെ തന്നെ ശ്രീനിവാസൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ജയശങ്കറെ കണ്ടൊന്ന് ചിരിച്ചു. പണിപ്പെട്ട് തല ഉയർത്തി. ആ, താൻ വന്നോ? ഞാനോ? ഞാൻ ഈ മറ്റവന്മാരോട് പറഞ്ഞതാ എന്നെ പൊക്കിയെടുത്ത് വണ്ടിയിലൊന്ന് ഇട്ടുതരാൻ. വണ്ടി സ്റ്റാർട്ടാക്കി ഗിയറും മാറ്റി സ്റ്റിയറിങ്ങിൽ കയ്യേം പിടിപ്പിച്ച് തന്നാൽ ഞാനൊന്ന് പൊയ്ക്കോളാമെന്ന്. ഇവന്മാർ കേട്ടില്ല. താൻ എന്തൊക്കെയായി കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഇവിടെ എന്താ ദ്വന്ദ്വയുദ്ധമായിരുന്നോ? എനിക്ക് ദേഷ്യം വന്നടോ. അതെന്താ, എനിക്ക് ദേഷ്യം വരത്തില്ലേ? ഞാനേ ബുദ്ധനും ക്രിസ്തുവൊന്നും അല്ല. മുഖത്ത് ഈച്ച വന്നിരുന്ന അടിക്ക് ഞാൻ. സംഭാഷണം കേട്ട് ബേറർമാരിൽ ഒരാൾ വന്നു. അയാൾ ജയശങ്കറോട് പറഞ്ഞു, സാറേ, ഇയാളെ പൊക്കിയെടുത്ത് കാറിലിട്ട് കൊടുക്കണമത്രേ. ഒരാളെ ചുമന്നുകൊണ്ട് ഈ ഇടുങ്ങിയ കോണിപ്പടി കയറിപ്പോകാൻ ആർക്ക് പറ്റും? ആ ദേഷ്യത്തിന് ഇതെല്ലാം തട്ടിമറിച്ചിട്ടിരിക്കുക. ബില്ലും പേ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വലിച്ചിറക്കി വിടാമായിരുന്നു. നീ പോടാ പോടാ പുല്ലേ. നീ എന്നോട് വാദിക്കല്ലേ. വക്കീലാണേ ഞാൻ. നീ തോറ്റുപോകും കട്ടായം. എടാ, ഈ നിലത്ത് പൊട്ടിക്കിടക്കുന്ന ഓരോ കുപ്പിച്ചില്ലിൻ്റെയും കാശ് ഞാൻ എണ്ണി എണ്ണി അങ്ങോട്ട് തരും. അതാ ശ്രീനിവാസൻ. മനസ്സിലായോ നിനക്ക്? എന്നോട് കണക്ക് പറയല്ലേ. ശ്രീനി, താൻ ആദ്യം തൻ്റെ വായ അടച്ചു വെക്ക്. ജയശങ്കറിന് കലശലായ കോപമുണ്ടായി. ഉത്തരവ്. ശ്രീനിവാസൻ പരിഹാസദ്യോതകമായി കൈകൂപ്പി. ഏമാനെ, ഉത്തരവ്. ജയശങ്കറിന്റെ മുഖം ചുവന്നു. താൻ എന്തിനാ പാതിരാത്രിക്ക് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? എന്നെ കളിയാക്കാനാ? അതാദ്യം പറയ. എനിക്ക് നടക്കാൻ വയ്യ സാറേ, വീണുപോകും. സഹായിക്കാൻ ഒരു പട്ടിയില്ല. എന്നാ പിന്നെ തന്നെ വിളിക്കാമെന്ന് വെച്ചു. ഇത്രയേ ഉള്ളൂ. താൻ കുടിച്ച് കുന്തം പറഞ്ഞ് കിടക്കുന്നിടത്ത് വന്ന് ചുമന്നുകൊണ്ട് പേരിലാണോ എൻ്റെ പണി? ആണോടോ? താൻ ആരാ? സോറി സാർ. ശോഭിക്കാതെ സാർ. ആകപ്പാട് എനിക്കൊരു കൂട്ടുകാരനുള്ളത് ഒരു ഡിവൈഎസ്പി ആയിപ്പോയി. എൻ്റെ കുറ്റാണോ അത്? മൂക്കറ്റം വലിച്ചു കയറ്റുക. മറ്റുള്ളവരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. എഴുന്നേൽക്കടോ. ജയശങ്കർ അയാളുടെ കൈക്ക് പിടിച്ചു പൊക്കി. നീതിപാലകനല്ലേ താൻ? എന്നെപ്പോലുള്ള പ്രജകൾക്ക് തെറ്റുപറ്റും. താൻ വേണം തിരുത്താനും നേർവഴിക്ക് നടത്താനും. ശ്രീനിവാസൻ പുലമ്പിക്കൊണ്ടിരുന്നു. കുഴഞ്ഞ ആ ശരീരം ജയശങ്കർ താങ്ങി പിടിച്ചു നടത്തി. കൈവിട്ടാൽ താഴെ വീഴുമെന്നതാണ് അവസ്ഥ. കോണിപ്പടി കയറാൻ ജാസ്തി ബുദ്ധിമുട്ടി. കൗണ്ടറിലെത്തി ബില്ലും തീർത്തു. ശ്രീനിവാസന്റെ കാർ ഹോട്ടൽ
ഗാരേജിൻ പൂട്ടിയിട്ടിട്ട് ജയശങ്കറിന്റെ ജീപ്പിലാണ് പോയത്. താൻ എന്തിനിങ്ങനെ കുടിച്ചു മരിക്കുന്നു? ജയശങ്കർ ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ ചോദിച്ചു. ആര് മരിക്കുന്നു? നമ്മൾ ജയിച്ചടോ, ആഘോഷിച്ചതല്ലേ. ആ കോടതി പരിസരത്ത് തന്നെ തിരഞ്ഞു നടക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലമില്ല. ആ സ്ത്രീയും കുറേ നേരം കാത്തു നിന്നു. ശ്രീനിവാസന്റെ വീടെത്തി. ജയശങ്കർ അയാളെ ജീപ്പിൽ നിന്നിറക്കി താങ്ങി പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഉഷയുടെ ചില്ലിട്ട ചിത്രത്തിന് കീഴിലൂടെ കടന്നുപോയപ്പോൾ ശ്രീനിവാസൻ നിന്നു. ചിത്രത്തിലേക്ക് നോക്കി. ഇനി നിനക്ക് പരാതിയില്ലല്ലോ. നിന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലാന്ന്. എന്നെ കൊണ്ടാവുന്ന പോലെയെല്ലാം ഞാൻ ചെയ്തു. ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. താൻ പോയി കിടക്കടോ. ജയശങ്കർ അയാളെ പിടിച്ചു വലിച്ചു. നില്ല അളിയ, എനിക്ക് ഇവളോട് 2 എണ്ണം പറയാനുണ്ട്. ശ്രീനിവാസൻ ഉഷയുടെ നേർക്ക് തിരിഞ്ഞു. നിനക്ക് വലിയ പുച്ഛമായിരുന്നല്ലോ ഈ കോട്ടിടുമ്പോൾ, ഇല്ലേ? നോക്ക്. അയാൾ കോട്ട് ഉയർത്തി കാണിച്ചു. ഇതേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം നിന്റെ കൂട്ടുകാരിയുടെ രക്ഷയ്ക്ക്. ജയശങ്കർ അയാളെ പിടിച്ച് കിടക്കയിൽ എത്തിച്ചു. കിടന്നുറങ്ങാൻ നോക്ക്. അളിയ, 15 ദിവസം ആ പിള്ളേർക്ക് ഒരു കേടും വരുത്താതെ നോക്കിക്കൊള്ളണമെന്ന് അവളോട് പറഞ്ഞില്ല. അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞാൽ മതി. കിടക്കയിൽ വീണതും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജയശങ്കർ നോക്കി നിൽക്കെ കൂക്കമ്പലി കേട്ടു. ജയശങ്കർ വെളിയിലിറങ്ങി വാതിൽ പൂട്ടി താക്കോൽ വെന്റിലേഷനിലൂടെ അകത്തേക്കിട്ടു. പിന്നെ ജീപ്പിൽ കയറി ഓടിച്ചുപോയി. വിമലയ്ക്കൊരു ഫോൺ കോൾ. വർക്കിച്ചായനാണ് വന്നു പറഞ്ഞത്. വിമല ചെന്ന് റിസീവർ എടുത്തു. ഹലോ വിമലയല്ലേ? പരിക്കൻ സ്വരം. അതെ, ഇത് ഞാനാ, വിക്രമൻ തമ്പി. വിമല പൊടുന്നനെ ജാഗരൂകിയായി. വിക്രമൻ തമ്പിയെ തോൽപ്പിക്കാൻ പോകുന്ന വക്കീലന്മാരും കോടതികളും ഈ ലോകത്തിലില്ല പെണ്ണുപിള്ളേ. അതാദ്യം മനസ്സിലാക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം, അതിനാ വിളിച്ചേ. ആ കേസ് അങ്ങ് രാജിയാക്കിക്കോ. അതാ നിനക്കും എനിക്കും നല്ലത്. നിനക്ക് നഷ്ടപരിഹാരമായിട്ട് വല്ലതും തരാനും ഞാൻ തയ്യാറാ. നിന്റെ മക്കളുടെ തലയൊന്നിന് 1 ലക്ഷം രൂപ വെച്ച് 3 ലക്ഷം ഞാനങ്ങ് തരും. അതും വാങ്ങിച്ചുകൊണ്ട് മാനമായിട്ട് ജീവിക്കാൻ നോക്ക്. ഉത്സാഹിച്ചാൽ നിനക്ക് ഇനിയും മക്കളുണ്ടാകും. അതുകൊണ്ട് തൃപ്തിപ്പെടും. വിമല മിണ്ടിയില്ല. ആലോചിച്ച് ചെയ്താൽ മതി. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതു കോടതി പോയാലും നിനക്ക് നിന്റെ മക്കളെ ഇനി ജീവനോടെ കാണാൻ ഒക്കുകയില്ല. അവർ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഇനിയും വിളിക്കാം, ആലോചിക്ക്. ലൈൻ ഡിസ്കണക്റ്റായി. വിമല റിസീവറും കയ്യിൽ പിടിച്ച് മരവിച്ച് നിന്നു. കരഞ്ഞു കലങ്ങിയ മുഖത്തോടെയാണ് വിമല കയറി ചെന്നത്. ശ്രീനിവാസൻ ഒരു ന്യൂസ് പേപ്പറും മടിയിൽ വെച്ച് സിഗരറ്റും പുകച്ച് ചാരുകസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലത്തെ അമിത മദ്യപാനത്തിൻ്റെ ഹാങ് ഓവർ ഇനിയും വിട്ടുമാറിയിട്ടില്ല. ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞ കണ്ണുകൾ ഉയർത്തി അയാൾ അവളെ നോക്കി. തലയ്ക്ക് ചെറിയൊരാട്ടവും മന്ദതയും ഉണ്ടെന്ന് തോന്നി. എന്താ ഇത്ര രാവിലെ? ശ്രീനിവാസൻ ചോദിച്ചു. വിമല കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് വിക്രമൻ തമ്പി ഫോൺ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. വിമല പറഞ്ഞു തീർന്നിട്ടും ശ്രീനിവാസൻ ഒന്നും മിണ്ടാതെ പത്രവാർത്തകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. സാർ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? വിമല ഇന്ന് രാവിലെ പല്ല് തേച്ചതല്ലേ? പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ശ്രീനിവാസൻ ചോദിച്ചു. വിമല അമ്പരന്ന് തലയാട്ടി. എന്നാ പോയി വല്ലതും കഴിച്ച് വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്ക്. വിമല നിന്നെടുത്ത് നിന്ന് അനങ്ങിയില്ല. ശ്രീനിവാസനാണെങ്കിൽ പത്രവായന തുടർന്നുകൊണ്ടേയിരുന്നു. അയാൾ രാവിലെ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുകയാണെന്ന് വിമലയ്ക്ക് തോന്നി. പത്രം മടിയിൽ നിന്ന് മാറ്റിവെച്ച് കണ്ണട എടുത്ത് മടക്കിക്കൊണ്ട് ശ്രീനിവാസൻ വിമലയെ നോക്കി. പോയില്ലേ? സാർ, എൻ്റെ കുഞ്ഞുങ്ങൾ 21-ാം തീയതി കോടതിയിലോട്ട് വന്നാൽ മതി, കാണാം. വിക്രമൻ തമ്പി ഫോണിൽ പറഞ്ഞത് അവൾ അർത്ഥോക്തിയിൽ നിർത്തി. ഈ വിക്രമൻ തമ്പി ഒരു സത്യസന്ധനാണെന്നും വാക്കു പാലിക്കുന്നവനാണെന്നും വിമല കരുതുന്നുണ്ടോ? ഇല്ല. പിന്നെ അയാളൊരു ക്രൂരനും ദുഷ്ടനും ചതിയനുമൊക്കെയാണെന്ന്. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് കള്ളത്തരവും പറയാം, ഏത് വിധത്തിലുള്ള ഭീഷണിയും മുഴക്കാം, അല്ലേ? വിമല തലയാട്ടി. അഥവാ ഇനി വിമലയുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യാനൊക്കും? കോടതിക്ക് എന്ത് ചെയ്യാനൊക്കും? കൊലയാളികൾക്ക് ഏറ്റവും കൂടിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്നല്ലാതെ വിമലയ്ക്കൊന്നും പറയാനില്ല. വിമല അവിടെ നിന്ന് നേരെ ജയശങ്കറിൻ്റെ സമീപത്തേക്കാണ് പോയത്. വിക്രമൻ തമ്പിയുടെ ഫോൺ വന്നതും താൻ ചെന്ന് ശ്രീനിവാസനെ കണ്ടതും വിമല അയാളെ അറിയിച്ചു. ജയശങ്കർ അല്പനേരം ചിന്താധീനനായിരുന്നിട്ടു പറഞ്ഞു. ശ്രീനി പറഞ്ഞതാണ് അതിൻ്റെ ശരി. വിക്രമൻ തമ്പിയും മകനും ഇപ്പോൾ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് നടക്കുകയാണെന്ന് അറിയാമല്ലോ. കുട്ടികളെ വിട്ടു തന്നാലും ഇല്ലെങ്കിലും അയാൾ കുടുങ്ങും. അതേസമയം വിമല കേസ് രാജിയാവുകയാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാനൊരു പഴുതുണ്ട്. അതിലാക്കാക്കിയാണ് ഈ ഭീഷണി. അയാളെൻ്റെ കുഞ്ഞുങ്ങളെ വല്ലതും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഓർത്തിട്ടാ എനിക്ക് ഭയം. ഇല്ലെന്ന് വിശ്വസിക്കുക. വിമലയുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് അയാൾക്ക് നേട്ടമൊന്നും ഉണ്ടാകാനില്ല. എന്നോടുള്ള വൈരാഗ്യത്തിന് ഇനിയാണെങ്കിലും കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചുകൂടുന്നില്ലല്ലോ. ആ ഭയം വേണ്ട.
3 കുഞ്ഞുങ്ങളെയും അവരെ ദത്തെടുത്തുവെന്ന് അവകാശപ്പെടുന്ന ജർമ്മൻ ദമ്പതികളെയും കോടതിയിൽ ഹാജരാക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട്. വിമലയ്ക്ക് ആ മറുപടി അത്ര തൃപ്തികരമായി തോന്നിയില്ല. വിമല സമാധാനമായിട്ട് പൊയ്ക്കോളൂ. കുട്ടികൾ എവിടെയാണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മിക്കവാറും 21-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരില്ല. വിവരങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കാം. വിമല പോന്നതിന് ശേഷം ജയശങ്കർ ശ്രീനിവാസനെ വിളിക്കുകയുണ്ടായി. എന്തൊക്കെയുണ്ട് വക്കീൽ സാറേ വിശേഷങ്ങൾ? ജയശങ്കർ കളിയാക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. വിമല തന്നെ കാണാനും വന്നിരുന്നു അല്ലേ? ഊവ്, എങ്ങനെ അറിഞ്ഞു? എനിക്കറിയരുതോ? എന്തു പറഞ്ഞു അവൾ? ആ വക്കീലിന് അത്ര ചൂടില്ലെന്നോ കോടതിയിൽ നിന്ന് വന്ന ശേഷം കയ്യും കഴുകി അലസമുട്ടിൽ ഇരിപ്പാണെന്നോ? ജയശങ്കർ ചിരിച്ചു. അപ്പോൾ തൻ്റെ സ്വഭാവം തനിക്ക് തന്നെ നല്ലവണ്ണം അറിയാമല്ലേ? ആ വിക്രമിൻ്റെ ഭീഷണിയെക്കുറിച്ച് തനിക്ക് എന്തു തോന്നുന്നു? അത് വെറും ഭീഷണിയല്ലേ? എനിക്ക് സംശയമുണ്ട്. കാരണം അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഒന്നുകിൽ അയാൾ പറഞ്ഞതുപോലെ കുട്ടികൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് അയാൾക്ക് മറ്റെന്തോ പദ്ധതി നടപ്പാക്കാനുണ്ട്. ജയശങ്കർ ആലോചനയോടെ മൂളി. താൻ ഒരു കാര്യം ചെയ്യണം. കോടതിയിൽ നിന്നും അയക്കുന്ന നോട്ടീസ് പ്രതികൾ കൈപ്പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. അതോടെ സംഭാഷണം അവസാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പ്രതികളുടെ പേരിൽ കോടതിയിൽ നിന്നും അയച്ച നോട്ടീസ് 5 ദിവസം കഴിഞ്ഞിട്ടും മേൽവിലാസക്കാർ കൈപ്പറ്റിയിട്ടില്ലെന്ന് ഒരന്വേഷണത്തിൽ നിന്നും ജയശങ്കർ അറിഞ്ഞു. കൈപ്പറ്റാത്ത നോട്ടീസ് കോടതിയിൽ തിരിച്ചെത്തിയിട്ടുമില്ല. ഇടയ്ക്കെവിടെയോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ടെന്നും വ്യക്തമായി. നോട്ടീസ് കൈപ്പറ്റാൻ വിക്രമൻ തമ്പിയും രാജൻ തമ്പിയും സ്ഥലത്തില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കൊച്ചിയിലെ ഒരു വൻ ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുത്തിരുന്ന ക്രാബെ ദമ്പതികളെക്കുറിച്ചാണ് യാതൊരു വിവരവുമില്ലാത്തത്. ആ പേരിൽ 2 വെള്ളക്കാർ ഏതാനും ദിവസത്തേക്ക് ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു എന്ന് മാത്രം അറിവായി. റൂം എടുത്തുവെങ്കിലും അവർ ഒരിക്കലും അവിടെ താമസിച്ചിട്ടില്ല. മറ്റാരോ ആണ് അവർക്ക് വേണ്ടി റൂം എടുക്കുകയും പിന്നീട് ബില്ല് തീർത്ത് റൂം ഒഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നത്. ജയശങ്കർ ഉടൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ടു. ശ്രീനിവാസനും ചിന്താക്കുഴപ്പത്തിലായി. അങ്ങനെ 2 പേർ നിലവിലില്ലെന്ന് എനിക്കും സംശയം തോന്നിയിരുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ യഥാർത്ഥമായ പേരുകൾ ഹെർമൻ ഗ്രാബെ എന്നോ ആനി ഗ്രാബെ എന്നോ ആയിരിക്കാനും ഇടയില്ല. അങ്ങനെയെങ്കിൽ അവർക്ക് 21-ാം തീയതി കോടതിയിൽ ഹാജരാകാതിരിക്കാമല്ലോ. കുട്ടികളെയും കൊണ്ടുവരില്ലെന്ന് ചുരുക്കം. കോടതി അപ്പോൾ അവർക്കെതിരെ നോൺ വെയിലബിൾ വാറണ്ട് പുറപ്പെടുവിക്കും. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ ആ പേരുകളിൽ ആളില്ലല്ലോ ശ്രീനി. ഇല്ല. പിന്നെ കുട്ടികളെ കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിൻ്റേതാകും. വിക്രമൻ തമ്പിയെയും രാജൻ തമ്പിയെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ശ്രമിച്ചാൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ. ക്രാബെ ദമ്പതികളും അഡോപ്ഷൻ ഡീഡും വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വിക്രമൻ തമ്പിയും രാജൻ തമ്പിയും കോടതി മുമ്പാകെ ഉത്തരം പറഞ്ഞേ ഒക്കൂ. കേസ് പിന്നെയും തീരുമാനമില്ലാതെ നീണ്ടുപോകുമല്ലോ. ജയശങ്കർ ആശയോടെ പറഞ്ഞു. താൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എനിക്ക് അധികാരമില്ല. മനസ്സിലായില്ല? 21-ാം തീയതിക്ക് മുൻപ് കുട്ടികൾ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുകയെങ്കിലും ചെയ്യുക. വിക്രമൻ തമ്പിയെയോ മകനെയോ അയാളുടെ ആൾക്കാരെയോ ട്രേസ് ചെയ്തിട്ട് വേണം അത് സാധിക്കാൻ. കോടതിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവരെയും പ്രതികളെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ എടുത്തക്ക വിധം നീങ്ങണം. ജയശങ്കർ അങ്ങനെ ചെയ്യാൻ തന്നെ ഉറച്ചു. വിക്രമൻ തമ്പിയുടെ സിൽബന്ദികളിൽ ചിലരെ ശ്രീനിവാസനെ ആക്രമിച്ച കേസിനോടനുബന്ധിച്ച് ജയശങ്കർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരെ ചോദ്യം ചെയ്ത് വിക്രമൻ തമ്പിയുടെ ചില താൽക്കാലിക താവളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ജയശങ്കർ ആ താവളത്തിൽ രഹസ്യ നിരീക്ഷണത്തിനായി തൻ്റെ കീഴിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. വിക്രമൻ തമ്പിയോ രാജൻ തമ്പിയോ എവിടെയെങ്കിലും വന്നു പോകുന്നുണ്ടോ എന്നറിയാനായിരുന്നു അത്. ജയശങ്കറും സർക്കിൾ ഇൻസ്പെക്ടർ സത്താറും ASI ജോർജ് ആന്റണിയും വിക്രമൻ തമ്പിയുടെ നഗരത്തിലെ വീടിൻ്റെ നിരീക്ഷണ ചുമതല ഏറ്റെടുത്തു. 14-ാം തീയതി രാത്രിയിൽ ഹൈവേയിലൂടെ ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ ജയശങ്കറിൻ്റെ വാക്കി ടോക്കി ശബ്ദിച്ചു. വിക്രമൻ തമ്പിയുടെ വീടിനരികെ നിന്ന് ASI ജോർജ് ആന്റണി സംസാരിക്കുകയായിരുന്നു. മതിൽ ചാടിക്കടന്ന ഒരാൾ വിക്രമൻ തമ്പിയുടെ വീട്ടുവളപ്പിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നായിരുന്നു അറിയിപ്പ്. ജയശങ്കർ ഉടൻ CI സത്താറിനെയും കൂട്ടി വിക്രമൻ തമ്പിയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. കുറച്ചകലെ ഒരു ഇട റോഡിൽ ജീപ്പ് നിർത്തിയിട്ട ശേഷം ജയശങ്കറും സത്താറും വിക്രമൻ തമ്പിയുടെ വീടിനെ സമീപിച്ചു. മരങ്ങൾ തിങ്ങി നിന്ന ഭാഗത്തെ മതിൽ 2 പേരും ചാടിക്കടന്നു. വാക്കി ടോക്കിയിലൂടെ സംസാരിച്ചു. ജോർജ് ആന്റണിയുടെ സ്ഥാനം തിട്ടപ്പെടുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ സിഗ്നൽ കിട്ടുകയും ചെയ്തു. വിക്രമൻ തമ്പിയുടെ പടുകൂറ്റൻ ബംഗ്ലാവ് ഇരുട്ടിലാണ്ട് കിടക്കുകയായിരുന്നു. വളപ്പിൽ മതിലിനോട് ചേർന്ന് നിരയത്തു നിന്ന അരണമരങ്ങൾ നഗരത്തെരുവുകളിൽ നിന്നുള്ള വെളിച്ചത്തെ തടഞ്ഞു നിർത്തി വീടിന് ചുറ്റും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കടൽക്കാറ്റിനുള്ളിൽ മരങ്ങൾ ഉലഞ്ഞു മറിഞ്ഞുകൊണ്ടിരുന്നു. വീടിനുള്ളിലോ പരിസരത്തോ ഗ്യാരേജിലോ ഔട്ട് ഹൗസിലോ ജോലിക്കാർക്കുള്ള ഷെഡുകളിലോ ഒരിടത്തും ഒരു തരി വെളിച്ചമില്ല.
മരങ്ങൾക്കിടയിലൂടെ ജയശങ്കറും സത്താറും ജോർജ് ആൻ്റണിയും സമീപം എത്തി. മതിൽ ചാടിയാണ് വന്നതെങ്കിലും വീടിൻ്റെ വാതിൽ താക്കോലിട്ട് തുറന്നാണ് അകത്ത് കയറിയിരിക്കുന്നത്. ജോർജ് ആൻ്റണി പറഞ്ഞു. പുറത്തേക്ക് പോയിട്ടില്ലല്ലോ? ഇല്ല. അകത്ത് വെളിച്ചം കണ്ടോ? എവിടെയോ ഒരു ടോർച്ച് മിന്നിയതുപോലെ തോന്നി. ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ എത്ര വാതിലുണ്ട്? 5 എണ്ണം. 2 എണ്ണം അപ്സ്റ്റെയറിലാണ്. മുകളിലത്തേത് നോക്കണ്ട. താഴത്തെ 3 വാതിലുകൾ നമ്മൾ 3 പേരും ബ്ലോക്ക് ചെയ്യുന്നു. ജോർജ് ആൻ്റണിയും സത്താറും വാതിലിന് വെളിയിൽ ജാഗ്രതയോടെ നിന്നാൽ മതി. ഒരു വാതിലല്ലേ തുറന്നിട്ടുള്ളൂ? അതെനിക്ക്. ജയശങ്കർ ഓരോരുത്തരുടെയും ചുമതലകൾ പങ്കിട്ടു കൊടുത്തു. 3 പേരും ഇരുളിൻ്റെ മറപറ്റി പമ്മിപ്പതുങ്ങി നിന്നു. ജോർജ് ആൻ്റണി പിൻഭാഗത്തേക്ക് പോയി, സത്താർ വലതുഭാഗത്തേക്ക്. ജയശങ്കർ ചാരിയിട്ടിരുന്ന മുൻവാതിലിലൂടെ അകത്തു കടന്നു. അതിനുശേഷം വാതിലടച്ച് ബോൾട്ടിട്ടു. അകത്ത് വെളിച്ചമോ അനക്കമോ ഇല്ല. തികഞ്ഞ നിശബ്ദത. ജയശങ്കർ കുറേ സമയം ശ്വാസമടക്കി നിന്നു. അതിനുള്ളിൽ ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് തോന്നുകയേയില്ല. കാൽച്ചുവട്ടിൽ പെൺടോർച്ച് തെളിച്ചുകൊണ്ട് ജയശങ്കർ സാവധാനം നീങ്ങി. ഹാൾമുറികൾ, ഇടനാഴികൾ, കടന്നുപോകുന്ന ചെറിയ വാതിലുകൾ അയാൾ അടച്ചിട്ടു. കോണിപ്പടിയുടെ ചുവട്ടിലെത്തിയ ജയശങ്കർ അല്പസമയം കാത്തുനിന്നു. പിന്നെ സാവധാനം മുകളിലേക്ക് കയറി ചെന്നു. ബാൽക്കണിയിലൂടെ നടന്ന് ഒരു കോറിഡോറിലേക്ക് പ്രവേശിച്ചു. അവിടെ അടഞ്ഞുകിടന്ന ഒരു മുറിയിൽ തട്ടുമുട്ട് ശബ്ദങ്ങളും കാലൊച്ചയും കേട്ടു. ജയശങ്കർ വാതിലിനടുത്തെത്തി കുനിഞ്ഞ് താക്കോൽ പഴുതിലൂടെ നോക്കി. മുറിയിൽ തറയിൽ വിരിച്ച കാർപ്പറ്റിൽ ഒരു ടോർച്ച് തെളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. ഒരു സേഫ് തുറന്നു വെച്ച് അതിനുള്ളിൽ നിന്നും എന്തൊക്കെയോ എടുത്ത സൂട്ട് കേസിനുള്ളിൽ അടുക്കുകയാണ് കറുത്ത വേഷം ധരിച്ച ഒരാൾ. ജയശങ്കർ വാതിൽ തള്ളി നോക്കി. തഴുതിട്ടിട്ടില്ല. പുറത്ത് കാത്തു നിൽക്കണോ അകത്ത് കയറി ആക്രമിക്കണോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അകത്തുണ്ടായിരുന്നയാൾ പെട്ടി അടച്ച് എഴുന്നേറ്റു. നിലത്ത് വെച്ചിരുന്ന ടോർച്ച് എടുത്തുകൊണ്ട് പെട്ടിയും തൂക്കി അയാൾ വാതിലിന് നേർക്ക് വന്നു. ജയശങ്കർ പെട്ടെന്ന് ഭിത്തിയരികിലേക്ക് മാറി. അകത്തുണ്ടായിരുന്നയാൾ വാതിൽ തുറന്നിറങ്ങിയതും ജയശങ്കർ അയാളുടെ കഴുത്തിന് പിന്നിൽ ആഞ്ഞൊരു പ്രഹരം ഏൽപ്പിച്ചതും ഒപ്പം കഴിഞ്ഞു. അയാൾ കോറിഡോറിലേക്ക് വീണു. ടോർച്ച് കയ്യിൽ നിന്നും തെറിച്ചു പോയെങ്കിലും പെട്ടി കൈവിട്ടില്ല. ജയശങ്കർ ചുമരോട് ചേർന്നൊന്ന് പതുങ്ങി. കൂരിരുട്ടായതിനാൽ ഒന്നും കാണാൻ വയ്യ. പെട്ടെന്നൊരു വെടിയൊച്ച മുഴങ്ങി. 1, 2, 3, 4 ഓരോ തവണയും തീയുടെ മിന്നലാട്ടം കണ്ടു. കോറിഡോറിൻ്റെ അങ്ങേയറ്റത്ത് വലിയ ചില്ലുകൾ തകർന്നു വീണുകൊണ്ടിരുന്നു. വെടിയൊച്ച നിലച്ചു. നിശബ്ദത. ഇരുട്ടിലൂടെ ആരോ ഓടുന്ന ശബ്ദം. ജയശങ്കർ പെൻടോർച്ച് തെളിച്ചു. കറുത്ത വേഷക്കാരൻ കോണിപ്പടിക്ക് മുകളിലെത്തിയിരുന്നു. ചിരപരിചിതനായ ഒരു എലിയെപ്പോലെ അവൻ ഇരുട്ടിലൂടെ കുതിച്ചു പായുകയാണ്. ജയശങ്കർ പുറകെ പാഞ്ഞു. കയ്യിൽ വെളിച്ചമുണ്ടായിട്ടും ജയശങ്കറിന് അവൻ്റെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ല. കോണിപ്പടിക്ക് താഴെ എത്തിയ ശേഷം അവൻ തിരിഞ്ഞ് ജയശങ്കറിൻ്റെ നേർക്ക് 2 തവണ കൂടി നിറയൊഴിച്ചു. ജയശങ്കർ കോണിപ്പടിയിൽ പതിഞ്ഞു കിടന്നതിനാൽ വെടിയേറ്റില്ല. മുൻവാതിലിന് നേർക്ക് ഓടാൻ ഭാവിച്ച് അവൻ അപകടം മണത്തറിഞ്ഞിട്ടെന്ന പോലെ വേഗം പിന്തിരിഞ്ഞ് ഒരിടനാഴിയിലേക്ക് കടന്നു. പിൻവാതിലിന് നേർക്കാണ് അവൻ ഓടുന്നതെന്ന് ജയശങ്കറിന് മനസ്സിലായി. ജയശങ്കർ ഓടി തൊട്ടു പിന്നിലെത്തുമ്പോഴേക്കും അയാൾ വാതിലിൻ്റെ ബോൾട്ടുകൾ എടുത്ത് ഒരു പാളി തുറന്ന് വെളിയിൽ ചാടിക്കഴിഞ്ഞിരുന്നു. വെളിയിൽ ജാഗ്രതയോടെ നിന്ന ജോർജ് ആൻ്റണിക്ക് കാലൊന്ന് നീട്ടുകയേ വേണ്ടി വന്നുള്ളൂ. കറുത്ത വേഷക്കാരൻ മുഖം അടിച്ച് കമിഴ്ന്നു വീണു. ജോർജ് ആൻ്റണി അവന് എഴുന്നേൽക്കാനാവാത്ത വിധം പുറത്തു കയറിയിരുന്ന് മുടിയിൽ പിടിച്ച ശിരസ് പിന്നോട്ട് മലർത്തി. അപ്പോഴേക്കും ജയശങ്കർ എത്തി. സത്താർ, അയാൾ ഉറക്കെ വിളിച്ചു. മറുവശത്തു നിന്ന് സത്താർ ഓടി വന്നു. മെരുങ്ങാതെ ചീറുകയും കടിക്കുകയും പിടയ്ക്കുകയും ചെയ്യുന്ന ഒരു കാട്ടുപൂച്ചയെ എന്ന പോലെ മൂവരും ചേർന്ന് അയാളെ കുടുക്കി. കൈകൾ പിന്നോട്ട് പിടിച്ചു കെട്ടി. അകത്തേക്ക് കൊണ്ടുപോ, ജയശങ്കർ ആജ്ഞാപിച്ചു. ജോർജ് ആൻ്റണിയും സത്താറും കൂടി അയാളെ വലിച്ചിഴിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പെട്ടിയെടുത്തുകൊണ്ട് ജയശങ്കർ പിന്നാലെ ചെന്നു. മുറിയിലേക്ക് കടന്നൊരു ലൈറ്റ് തെളിച്ചു. മുറിയിൽ പ്രകാശം പരന്നു. ജയശങ്കർ കറുത്ത വേഷക്കാരൻ്റെ തൊട്ടു മുമ്പിൽ ചെന്ന് മുടിക്ക് കുത്തിപ്പിടിച്ചു. നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടും വിധം മുഖം അടുപ്പിച്ച് തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ 3 കുഞ്ഞുങ്ങളും തമ്പിമാരും ഇപ്പോഴെവിടെയുണ്ട്? അയാൾ മിണ്ടിയില്ല. ഈ പോലീസെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ സത്താർ. ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. ജോർജ് ആൻ്റണിയും കൂടിക്കോളൂ. ജയശങ്കർ പിന്തിരിഞ്ഞു. കോറിഡോറിലൂടെ ചെന്ന് പിൻവാതിലടിച്ച് തഴുതിട്ടു. തിരിച്ച് മുറിയിലെത്തുമ്പോഴേക്കും കറുത്ത വേഷക്കാരൻ അവശനായി കഴിഞ്ഞിരുന്നു. കടവായിലൂടെയും മൂക്കിലൂടെയും ചോര. നേരെ നിൽക്കാൻ വയ്യ. കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. തറയിൽ മൂത്രം വീണ് തളം കെട്ടി കിടപ്പുണ്ട്. പോലീസിൻ്റെ അർത്ഥം നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ജയശങ്കർ ചോദിച്ചു. ഞാനത് കുറച്ചുകൂടി വിശദീകരിക്കണോ? വേണ്ടെന്ന് അയാൾ തല വെട്ടിച്ചു.
എന്നാൽ പറയ്, 3 കുഞ്ഞുങ്ങളും തമ്പിമാരും എവിടെയുണ്ട്? മദ്രാസിൽ എവിടെ? സുന്ദരരാജൻ്റെ അരികെ. സുന്ദരരാജൻ? ജയശങ്കർ ഓർമ്മയിൽ നിന്നെന്നവണ്ണം മന്ത്രിച്ചു. ഡിവൈഎസ്പി ജയശങ്കർ ഒരു കസേര വലിച്ചിട്ട് കറുത്ത വേഷക്കാരൻ്റെ മുന്നിലിരുന്നു. ഇരിക്കട താഴെ. അവൻ അനുസരിച്ചു. നിന്റെ പേരെന്താ? ഗണേശൻ. നീ ഈ രാത്രിയിൽ എന്തിനിവിടെ വന്നു? മുതലാളി പറഞ്ഞിട്ട്. തമ്പി? അതെ. തമ്പിയുടെ വിശ്വസ്തനാണോ നീ? അതെ. ഏതു തമ്പിയുടെ? രാജൻ തമ്പി. നീ അവൻ്റെ സെക്രട്ടറിയാ? അവർക്കെന്നെ നല്ലാ തെരിയും. മലയാളം പറയടാ നായിൻ്റെ മോനെ. നോവൽ തുടരും.